2016 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇതുപോലെ ആവേശത്തോടു കൂടി സംസാരിച്ച ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തിൽ തിരിച്ച് ഒരു വരവിന് വേണ്ടിയുള്ള പ്രയാണത്തിൽ അദ്ദേഹം ഒരുപടി സംസാരിച്ചിട്ടുണ്ട്. അത് ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ്ങോ അല്ലെങ്കിൽ കേരളത്തിലെ കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായി ഒരു തവണ UDF ആണെങ്കിൽ പിറ്റേത്തെ തവണ LDF എന്ന നിലയിൽ വന്നു എന്നൊരു സമാശ്വാസം UDFിൻ്റെ പ്രവർത്തകരായി അന്ന് ഉണ്ടായിരുന്ന ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് 2021 ഇതുപോലെ വാചാലമായി UDF പ്രവർത്തിച്ചു, സംസാരിച്ചു, വളരെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ 21 16 കിട്ടിയതിനേക്കാൾ കൂടുതൽ സംഖ്യയോടുകൂടി LDFന് ജയിക്കാൻ കഴിഞ്ഞു. അത് ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അത് തന്നെ 26 തുടർന്നോളണമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്ന ഒരാളല്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയേണ്ടുന്നൊരു വിഷയം എന്താണ്, നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്ന കാലഘട്ടത്തിലൊക്കെ നമുക്കതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമായിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് ഒബ്സർവർമാർ വന്നതിൽ ഇന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനിയാണ്. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തോട് വ്യക്തിപരമായി ചോദിച്ചു, ഹാവ് യു ഗോട്ട് എനി മെസ്സേജ്, ഹാവ് യു ഗോട്ട് എനി കാൻഡിഡേറ്റ് ഫ്രം ഹൈക്കമാൻഡ്, ഇഫ് സോ I will not stand in the way, I will pave the way for him. അദ്ദേഹം അന്ന് ശ്രീ രമേശ് ചെന്നിത്തലയോട് പറഞ്ഞത്, നോ, ഞങ്ങൾ വളരെ പൂർണ്ണ മനസ്സോടുകൂടിയാണ് വന്നത്. ഞങ്ങൾക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാനും മാത്രം ഇവിടുത്തെ MLAമാരുടെ അഭിപ്രായം മാത്രം സംഖ്യാപരമായി ശേഖരിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞതെന്ന്. എൻ്റെ വിശ്വാസത്തിലും അറിവിലും ആ ഒബ്സർവേഷനിൽ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു ഭൂരിപക്ഷം. രമേശ് ചെന്നിത്തലയുടെ പേരാണ് കൂടുതൽ ആളുകൾ പറഞ്ഞത്. ബട്ട് അൺസെറിമോണിയസ്ലി ഹി ഹാസ് ബീൻ റിമൂവ്ഡ് ആൻഡ് സംബഡി എൽസ്, ശ്രീ സതീശൻ ഹാസ് ബീൻ പ്ലേസ്ഡ്. സതീശൻ പ്ലേസ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അട്ടിമറി സംഘടിപ്പിച്ചത്? ഇത് ഇത്തരത്തിലുള്ള ഒരു പരാമർശം പരക്കെ മാധ്യമപ്രവർത്തകർക്കും നിരീക്ഷകർക്കും ഒക്കെ ഇടയിലുണ്ടെങ്കിലും കോൺഗ്രസിൽ ആധികാരികമായ പദവി വഹിച്ചിരുന്ന നേതൃസ്ഥാനത്തുണ്ടായിരുന്ന അങ്ങിത് വെളിപ്പെടുത്തുമ്പോൾ, ഒരു ചർച്ചയിൽ വെളിപ്പെടുത്തുമ്പോൾ അത് പരമപ്രധാനമാണ്. അതിന് ഇപ്പോഴത്തെ കേരള അന്തരീക്ഷത്തിൽ വലിയ വാർത്താ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടും അദ്ദേഹം അപമാനിതനായി? എന്തുകൊണ്ട് ഭൂരിപക്ഷം MLAമാരുടെ പിന്തുണ ഇല്ലാതിരുന്ന സതീശൻ പ്രതിപക്ഷ നേതാവായി അവതരിപ്പിക്കപ്പെട്ടു? എന്താണ് അതിന് പിന്നിലുള്ള അന്തർനാടകങ്ങൾ എന്തായിരുന്നു? താങ്കൾക്കിപ്പോൾ വിശദീകരിക്കാമോ? ഞാൻ ഇപ്പം അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഇപ്പം താല്പര്യപ്പെടുന്നില്ല ശ്രീ ചന്ദ്രശേഖരൻ. പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് അത് സംഭവിച്ചത്. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ സംഭവിക്കുന്നത്, സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഈവൻറ്റിന് വേണ്ടി ഒരു നേതാവ് അവിടെ വരുമ്പോൾ, എനിക്ക് ഓർമ്മയുണ്ട്, രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഒരു ജാഥ നടത്തി. ആ ജാഥയിൽ അന്ന് ഞാൻ കേരള വിഷൻ്റെ ചെയർമാനായി കേരളത്തിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഒരു ബ്രോഷറൊക്കെ പ്രസിദ്ധീകരിച്ചതാണ്. എൻ്റെ കൈകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ ഏൽപ്പിച്ച് അത് ശ്രീമതി സോണിയാഗാന്ധിയെ ഏൽപ്പിക്കുന്നത്. അന്ന് ശ്രീമതി സോണിയാഗാന്ധിക്ക് ആ ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീഡിയ ഫോക്കസിന് വേണ്ടി ഒറ്റ പരിപാടിക്ക്, കാരണം വലിയൊരു പരിപാടിക്കാണല്ലോ വരുന്നത്. 10-30 ദിവസക്കാലം കേരളം മുഴുവൻ ക്രോസ് കൺട്രി യാത്ര ചെയ്ത് വന്നിട്ടുള്ള ഒരു സംഗതിയിൽ ആ ക്രോസ് കൺട്രി യാത്രയുടെ ഭാഗമായി വരുന്ന പരിപാടിയിൽ ആ സ്റ്റാർ ലീഡർ ഫോക്കസ് ചെയ്യപ്പെടണമെങ്കിൽ, ആ യാത്ര ഫോക്കസ് ചെയ്യപ്പെടണമെങ്കിൽ ഒറ്റ പരിപാടിയായിട്ട് അവരെ കൊടുക്കണം. അതിന് ശേഷം പിറ്റേ ദിവസമൊക്കെ വേറെ കൊടുത്താലും തിരക്കേടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൽ നിന്നും വിപരീതമായിട്ടാണ് ഈ പുതുയുഗയാത്ര നടന്നത്. പുതുയുഗയാത്രയിൽ രാഹുൽ ഗാന്ധി പങ്കെടുപ്പിച്ചത് എന്നതിൽ കടുത്ത നീരസം. ആ നീരസത്തിന് പ്രസക്തിയുണ്ട്. ആ നീരസത്തിന് അങ്ങനെ അദ്ദേഹത്തിന് നീരസം ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അത്രയും അധ്വാനിച്ച് കേരളത്തിലെ ഒരു UDFൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കേരളം മുഴുവൻ യാത്ര ചെയ്ത് തിരിച്ചെത്തിയ ആ ഒരു പരിപാടിയെ
അതിനെ മാഗ്നിഫൈ ചെയ്യാതിരിക്കുന്ന രൂപത്തിൽ അതിനെ അവതരിപ്പിക്കുന്നതിൽ ആരൊക്കെയോ പങ്കുവഹിച്ചു എന്ന ഒരു 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 ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അദ്ദേഹം നടത്തിയ ഒരു പരിപാടിക്ക് ഫോക്കസ് കിട്ടേണ്ടതില്ലായിരുന്നു എന്നത് കൂടി സൂചിപ്പിക്കുന്നതാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. അദ്ദേഹം മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഏകാംഗ നൃത്തം അത് നടത്തുന്നത് ഈ പ്രതിപക്ഷ നേതാവാണെന്നും അങ്ങനെ വേണ്ട നിങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹത്തെ ആരൊക്കെയോ ഫീഡ് ചെയ്ത് UDFൻ്റെ കലക്റ്റീവ് ലീഡർഷിപ്പിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ചില വ്യക്തികളെ വേണ്ടത്ര ഫോക്കസിങ് കിട്ടാതിരിക്കണമെന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. ആ ഒരു മനപ്രയാസത്തിൽ ശ്രീ VD സതീശൻ ഈ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റിമെൻറ്റിൻ്റെ കൂടെയാണ് ഞാൻ, അദ്ദേഹത്തിൻ്റെ സെൻറ്റിമെൻറ്റിൻ്റെ കൂടെയാണ് ഞാൻ. കാരണം ഈ കേരളം മുഴുവൻ ഇദ്ദേഹം സൂചിപ്പിച്ച പിണറായിസത്തിനെതിരെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും തലതൊട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു തരത്തിലുമുള്ള ഫോക്കസിങ് ഉണ്ടാവരുത് എന്ന് ആ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ വിചാരിക്കുമ്പോൾ എവിടെയാണ് ഇവരുദ്ദേശിക്കുന്ന ഈ 9.25 കൊല്ലത്തത് അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യേണ്ടുന്ന കാര്യം ഇതൊന്നുമല്ലല്ലോ. അത് മനസ്സിലാക്കുവാൻ ഈ UDF ലീഡർഷിപ്പിന് കഴിയണം